പശ്ചിമേഷ്യയിൽ ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയായേക്കുമെന്ന് റിപ്പോർട്ട്. ഈ ആഴ്ച തന്നെ ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയുടെയും ഇറാന്റെയും ഉന്നത പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ നയതന്ത്ര നീക്കം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനും പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും ഫോണിലൂടെ സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിലെ വിദേശ ഇടപെടലുകൾ തടയുമെന്നും അയൽരാജ്യങ്ങളുമായി സഹകരിച്ച് സുരക്ഷ ഉറപ്പാക്കുമെന്നും പെസൻഷ്കിയാൻ വ്യക്തമാക്കി. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ചതു മുതൽ ഇറാനിൽ നിരവധി പേരാണ് മരിച്ചത്. ചില മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം 3000-ഓളം മരണം കടന്നിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇറാനിലെ ആക്രമണങ്ങൾക്ക് പുറമെ ലെബനനിലും ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ചില പ്രദേശങ്ങളുടെ പരമാധികാരം ഇസ്രായേൽ ഏറ്റെടുക്കണമെന്നും രാജ്യത്തിന്റെ പുതിയ അതിർത്തി ലിഥാനി നദിയിലായിരിക്കണമെന്നും ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബെസലോർ സ്മോട്രിച്ച് ആവശ്യപ്പെട്ടത് മേഖലയിൽ കൂടുതൽ ആശങ്കകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്ന ചർച്ചകൾ വളരെ മികച്ചതും ഫലപ്രദവുമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഈ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തി വന്ന എല്ലാ ആക്രമണങ്ങളും 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക ചുവടുവെപ്പായാണ് ഇതിനെ കാണുന്നതും. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ട്രംപ് നൽകിയ സമയപരിധി ഇന്നലെ അവസാനിക്കാനിരിക്കെയാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം വരുന്നത്. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും നിലവിലെ ചർച്ചകൾ സഹായിക്കുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം മേഖലയിൽ യുദ്ധസന്നദ്ധമായിരിക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഗ്രീസിലെ ഗ്രീക്ക് ദ്വീപിലുള്ള നാവിക താവളത്തിൽ തിരിച്ചെത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ സജീവമായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈ യുദ്ധക്കപ്പൽ സൂഡ ബേയിലെ താവളത്തിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്.